കാശിഭദ്ര ഭാഗം 19. രചന ജിഫ്നി. അവതരണം അപര. എന്തോ അനുഭവപ്പെട്ടതും അവൻ കാലുകൾ നീക്കി കൈകൾ ഉയർത്തി ആ കണ്ണുനീരിനെ തുടച്ചു കൊടുത്തു. ഏട്ടാ, എന്തോ ഒന്നും പറയാത്തെ, പ്ലീസ്. അതിന് അമ്മയെ കാണാൻ എനിക്കും കൊതിയില്ലാഞ്ഞിട്ടല്ലല്ലോ, അമ്മ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ. അതിനേട്ടൻ ഒരു വട്ടമെങ്കിലും നമ്മുടെ ഫാമിലിയെ തിരുക്കിയിട്ടുണ്ടോ? ഒരു സങ്കടത്തോടെ അവൾ ചോദിച്ചു. ഞാൻ നിനക്കൊന്നും അറിയില്ലല്ലോ അല്ലേ, അതിനെങ്ങനെ? നിന്നെ എൻ്റെ മുന്നിൽ നിർത്തിയൊന്നും പറയാതെ അവൾ പോയില്ലേ. ഏട്ടൻ ഇത് ആരുടെ കാര്യം പറയുന്നേ? ഭദ്രയുടെ കാര്യം തന്നെയാ. ഞാൻ അന്ന് ഇവളെ ഇവിടെ ആക്കി പോയതിന് ശേഷം കാര്യങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ. വാ, ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവൻ പോയതു മുതൽ ഇന്നിങ്ങോട്ട് വരുന്നത് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ കീർത്തിയുടെ സന്തോഷത്തിന് അളവില്ലായിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഏട്ടാ, നമ്മുടെ കുടുംബവും എല്ലാവരുടെ വീട്ടിലെയും പോലെ ഇനി മുതൽ സന്തോഷത്തോടെ അല്ലേ? എനിക്കറിയുന്നില്ല ഏട്ടാ ഈ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കിപ്പം തന്നെ കാണാൻ കൊതിയാകുന്നു എൻ്റെ ലച്ചുവിനെയും അച്ഛനെയും. എത്ര നാളായി ഞങ്ങൾ ശരിക്കും സംസാരിച്ചിട്ട്. അവരിപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അവൾ എന്തൊക്കെയോ പറഞ്ഞു. അവൾക്ക് തന്നെ അറിയുന്നില്ലായിരുന്നു സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അത് കണ്ട് കാശിയുടെ മനസ്സും നിറഞ്ഞു. എന്തിനാ ഏട്ടാ ഇനിയും മറച്ചു വെക്കുന്നേ? അവരോട് പറഞ്ഞൂടെ കാശിയാണ് ഈ മുന്നേ വന്ന് നിൽക്കുന്നതെന്ന്? അവരും സന്തോഷിക്കട്ടെ. അതെ, പറയണം. ഇപ്പം ഞാൻ ഭദ്രയുടെ നാട്ടിൽ പോവുകയാണ്. അവിടെയും എന്നെ കാത്തൊരു കുടുംബമുണ്ട്. അവരെന്നും എനിക്കെൻ്റെ സ്വന്തക്കാർ തന്നെയാണ്. അവിടെ പോയി ഞാൻ മറ്റന്നാൾ മടങ്ങും. ശനി ആയതുകൊണ്ട് നിനക്ക് ലീവല്ലേ? പോകുമ്പോൾ ഞാൻ ഇതുവഴി വരാം. ഇവിടെ നിന്ന് ഞാനും നീയും കൂടെ ഭദ്രയും നേരെ വീട്ടിൽ പോകുന്നു. എന്നിട്ടെല്ലാം അച്ഛനെയും ലച്ചുവിനെയും മുന്നേ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടെല്ലാവരും കൂടി അമ്മയുടെ അടുത്തേക്ക്. സത്യമാണോ ഏട്ടാ? നമ്മളെല്ലാവരെയും കുട്ടി കാണുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകും. അല്ല, ഭദ്ര വരുമോ നമ്മുടെ കൂടെ? അവൾ എൻ്റെ പെണ്ണല്ലേ, പിന്നെ വരാതിരിക്കോ? അല്ല, അമ്മ ഇപ്പോൾ എവിടെയാ? അമ്മ ഹൃദയാലയത്തിൽ. ഹൃദയാലയോ? അതെന്താ? അത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുള്ള ഒരു അഗതി മന്ദിരാണ്. ഒരു സങ്കടത്തോടെ അവൾ പറഞ്ഞു. സാരല്ല മോളെ, നീ സങ്കടപ്പെടണ്ട. എൻ്റെ അമ്മയെ, അല്ല നമ്മുടെ അമ്മയെ ഒരു 2 ദിവസം കൂടി അവിടെ നിർത്തുള്ളൂ. പിന്നെ അമ്മ നമ്മുടെ കൂടെയാണ്. നമ്മൾ 3 മക്കളും അമ്മയും അച്ഛനും പിന്നെ എൻ്റെ പെണ്ണും. ഇനി അതാണ് നമ്മുടെ ലോകം. എല്ലാവരെയും തനിക്ക് കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൻ. പക്ഷെ അതിന് ആയുസ് വളരെ കുറവായിരുന്നു. ഏട്ടാ, നമ്മുടെ അമ്മ എത്ര കാലം ജീവനോടുണ്ടാകുമെന്ന് അറിയില്ല. മോളെ, നീ എന്തേ പറയുന്നത്? അത് അമ്മയ്ക്ക് ക്യാൻസറാണ്. ലാസ്റ്റ് സ്റ്റേജ് കടന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഒഴിവാക്കി. മരണസമയം വരെ ഡോക്ടർമാർ കുറിച്ചിട്ടിട്ട് കാലം കുറേയായി. മോൾക്കിതൊക്കെ എങ്ങനെ അറിയാം? അമ്മയെ കാണാൻ പോകാറുണ്ടോ നീ? എനിക്കൊക്കെ അറിയാം. അമ്മ വീട്ടിൽ നിന്ന് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയെ കണ്ടിരുന്നു. അച്ഛനും ലച്ചുവും തള്ളി പറഞ്ഞ് എനിക്ക് എൻ്റെ കൂട്ടുകാർ മാത്രമായിരുന്നു. അവരുടെ കൂടെ ഹൃദയാലയത്തിൽ ഞങ്ങൾ ഇടയ്ക്കിടെ പോകും. അവിടെ കുറേ അനാഥ കുട്ടികളും മുത്തശ്ശന്മാരും ഉണ്ട്. അവരെ കാണുമ്പോഴും അവരോടൊക്കെ സമയം ചിലവഴിക്കുമ്പോഴും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ട്. അങ്ങനെയാണ് ഞാനൊരിക്കൽ അവിടെ വെച്ച് അമ്മയെ കണ്ടത്. അന്ന് മുതൽ തന്നെ കുറേ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അമ്മ വന്നില്ല. അങ്ങനെ അവിടെ വെച്ച് ഒരിക്കൽ അമ്മയെ തീരെ വയ്യാതെ കണ്ടപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിച്ചു. അന്നാ അമ്മ സത്യനോട് പറഞ്ഞത്. അച്ഛനും മക്കൾക്കും ഭാരമാകണ്ടെന്ന് കരുതിയ രോഗം അറിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന്. ഇനി ചികിത്സയൊന്നുമില്ല. മരിക്കുന്ന മുമ്പെങ്കിലും ഏട്ടനെ കാണണമെന്ന് മാത്രം അമ്മയുടെ ആഗ്രഹം. അമ്മ സഹിക്കുന്ന വേദനയുടെ അളവ് മരണതുല്യമാണ്. ഞാൻ പോലും അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ വേദനിപ്പിക്കാത്ത ദൈവത്തിനെ വിളിച്ചൂടെ എന്ന്. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകും വേദന കൊണ്ട്. കൈകാലുകൾ പിടയും. വായിൽ നിന്ന് മൂക്കിൽ നിന്ന് രക്തം വാർന്നൊഴുകും. അതിനുശേഷം ഞാൻ പല ഡോക്ടർമാരും എടുത്ത് അമ്മയെ കാണിച്ചു. പക്ഷെ 1 വർഷത്തിൽ കൂടുതൽ ആയുസില്ലെന്നാണ് എല്ലാവരും വിധി എഴുതിയത്. എന്നിട്ടിപ്പോൾ വർഷം 3 കഴിഞ്ഞു. ഏട്ടനെ ഒരു ഇറ്റ് കാണാൻ വേണ്ടി മാത്രമായിരിക്കും ആ ജീവൻ ഇപ്പോഴും തുടിക്കുന്നത്. അവൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണു നിറഞ്ഞ് എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന കാശിയെ കീർത്തി തോണ്ടി വിളിച്ചു. ഏട്ടാ, എല്ലാം ശരിയാകും മോളെ. അമ്മ ഇനി ഒത്തിരി കാലം നമുക്കൊപ്പം ഉണ്ടാവും. മോള് പോയി ഉറങ്ങിക്കോ. ഏട്ടൻ പറഞ്ഞ പോലെ മറ്റന്നാൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കാശി കീർത്തിയെ യാത്രയാക്കി. എന്നിട്ട് വിറയാർന്ന കാലുകളുമായി അവൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. വണ്ടിയെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ സ്പീഡിൽ വിട്ടു. അവൻ്റെ ചെവിയിൽ മുഴുവൻ അമ്മയെക്കുറിച്ച് കീർത്തി പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു. അവൻ്റെ കണ്ണിൽ ഇരുട്ട് മൂടി. ഹൃദയം ക്രമാതീതമായി പിടഞ്ഞു.
വണ്ടി ലക്ഷ്യം വിട്ട് എങ്ങോട്ടോ സഞ്ചരിച്ചു. കാശി പോയ ഉടനെ കരഞ്ഞു കലങ്ങിയ മുഖമൊക്കെ കഴുകി കീർത്തി റൂമിലേക്ക് വന്നു. അപ്പോൾ മറ്റു മൂന്നും ഇവളെയും കാത്തിരിക്കുകയായിരുന്നു. കാശിയേട്ടൻ പോയോ? എന്താണ് നിന്റെ ശബ്ദത്തിലൊരു ഇടർച്ച? അതെന്നെ ഏട്ടൻ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അത് പറയടി, എന്തു പറ്റി? ഭദ്ര അവളുടെ തോളിൽ പിടിച്ച് കട്ടിലിൽ അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് എൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, സോറി. നീയൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഭദ്ര ഇപ്പം ഞങ്ങളോട് പറഞ്ഞു. ഇനി നിൻ്റെ അമ്മയെ കൂടി കിട്ടിയാൽ നീ ഹാപ്പി ആയില്ലേ മുത്തേ? അത് കേട്ടതും നിയന്ത്രിച്ചു വെച്ച അവളുടെ കണ്ണുനീർ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. എന്താടി, എന്തു പറ്റി? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭദ്ര ചോദിച്ചു. കൂടെ മറ്റു രണ്ടുപേരും അവളെ വലയം ചെയ്തിരുന്നു. എൻ്റെ അമ്മ ഇനി എത്ര കാലം എന്നറിയില്ലടി ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം അതമ്മയ്ക്കില്ല. എന്നാലും കുറച്ച് രാപ്പകലെങ്കിലും ഒന്നിച്ചു കഴിയണം. എന്താടി, എന്തൊക്കെയാ പറയുന്നത്? അവൾ ഇടറിയ ശബ്ദത്തിൽ അമ്മയുടെ രോഗം പറഞ്ഞൊപ്പിച്ചു. വേദന കൊണ്ട് പിടയുന്ന അമ്മ മുഖം മനസ്സിലേക്ക് വരും തോറും അവളുടെ കരച്ചിൽ ശക്തിയാർന്നു. വീണ്ടും വീണ്ടും പിടയുന്ന അമ്മയെ മുന്നിൽ കാണും പോലെ ക്യാൻസർ രോഗം മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്നു. വേദന കാരണം സ്വയം മരിക്കാൻ പോലും തോന്നുന്ന അവസ്ഥ. കുറേ നേരം പൊട്ടിക്കരഞ്ഞ് അവസാനം അതൊരു തേങ്ങലിലൊതുങ്ങി. പതിയെ പതിയെ അവൾ മയക്കത്തിലേക്ക് വീണു. മയങ്ങി അവളെ ഭദ്രയിൽ നിന്ന് അടർത്തിക്കൊണ്ട് കട്ടലിൽ കിടത്തി ശിവ. കീർത്തി അവളുടെ ഡ്രസ്സെല്ലാം നേരെയാക്കി കൊടുത്ത് ഒരു പുതപ്പ് കൊണ്ട് പുതപ്പിച്ചു കൊടുത്ത് മുഖത്തൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിനെ തുടച്ച് പാറിപ്പറന്ന മുടിയിഴകളെ ഒതുക്കി വെച്ചു. ശിവയും തസ്നിയും ഭദ്രയും അവൾക്കരികിലിരുന്നു. പതിയെ അവളുടെ തലയിൽ തലോടി കൊടുത്തു. ഇവൾ ഇത്രയും സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ചിരിച്ചെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. തസ്നിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കീർത്തിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവള്, പാവം. ആ രാത്രി മുഴുവൻ 3 പേരും ഉറക്കമൊഴിച്ച് അവൾക്കരികിലിരുന്നു. ഉറക്കത്തിൽ പോലും ഇടയ്ക്കിടെ കീർത്തി അവരിലേക്ക് ഒന്നുകൂടെ ചേർന്നു. കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാതെ പറഞ്ഞവർ അവളെ ചേർത്ത് പിടിച്ചു. അത് മതിയായിരുന്നു കീർത്തിക്ക് സുഖമായി ഉറങ്ങാൻ. ചേർത്ത് പിടിച്ച സൗഹൃദത്തിൻ്റെ കരങ്ങൾക്ക് അത്രയും മനോഹാരിത ഉണ്ടായിരുന്നു.